ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് പെരട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ ബീഫ് പെരട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മസാലക്കൂട്ട് റെഡിയാക്കണം. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയാലോ. അതിന് ഒരു മീഡിയം സവാള, ഒരു 10 ചെറിയ ഉള്ളി, 10 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, കരിവേപ്പില, അതുപോലെ തന്നെ പച്ചമുളക്. ആദ്യം നമ്മൾ ഒരു ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലോട്ട് നമ്മളൊരു മീഡിയം സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ജാറിൽ ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിടുക. എന്നിട്ട് വെളുത്തുള്ളി, അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 സ്പൂൺ ഗരം മസാല ചേർക്കുക. അതിനുശേഷം ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി. മസാലയുടെ കൂട്ടൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി 3 സ്പൂണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ രുചി അല്പം. അതിനുശേഷം നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് അതെല്ലാം നമ്മൾ ആ വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി ആ വെളിച്ചെണ്ണയിൽ കിടന്ന ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇതാണ് നമ്മുടെ ബീഫ് പെരട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മസാലക്കൂട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം. സവാളയൊന്നും വരട്ടണ്ട, നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ബീഫ് പെരട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ പെരട്ട് എന്ന് പറയുന്ന ഈ ബീഫ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മുറിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പാകം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം വിട്ട് ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ വിട്ട് വരും. അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കരിയാതിരിക്കാനായിട്ട് 2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, നമുക്കിനി ബീഫ് ഏത് ഇതിലാണോ നമ്മൾ വേവിച്ചെടുക്കുന്നത്, നമ്മൾ കുക്കറിലായിരിക്കും വേവിക്കുന്നത്. അപ്പോൾ ആ കുക്കർ എടുക്കുക. കുക്കർ എടുത്തതിന് ശേഷം അതിലോട്ടും 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ, ഇത് ഏകദേശം ഒരു 1 കിലോ വരും. അപ്പോൾ ഈ ചിക്കൻ നമ്മൾ ആ കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കുക്കറിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് ഈ ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 4-5 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ മസാലക്കൂട്ട് റെഡിയാക്കിയതിൽ കൂടെ ഒഴിച്ച് അതും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2-3 പച്ചമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരെ നമുക്കൊന്ന് കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഓരോ ബീഫിന് വേവ് വ്യത്യസ്തമായിരിക്കും. നമ്മളൊരു 3 തൊട്ട് 4 വിസിൽ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. കുക്കർ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇനി ഇത് നമുക്ക് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ഇതുപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നമുക്കിതിൽ ഗ്രേവി കാണത്തില്ല, സോ ഇത് നമുക്ക് മാക്സിമം വറ്റിച്ചെടുക്കുക. കുക്കറിൽ വെച്ച് തന്നെ വറ്റിച്ചെടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം പാനിലോട്ട് വീണ്ടും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ പെരട്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം വെളിച്ചെണ്ണയാണ് കൂടുതൽ വേണ്ടത്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ കൊത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് ബ്രൗൺ കളറിന് മൂത്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം കുറച്ച് വറ്റൽ മുളക്, കറിവേപ്പില, ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഏകദേശം വെള്ളമെല്ലാം വറ്റിച്ചെടുത്തതാണ്. സോ നമ്മൾ ഇത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലൊരു ബ്ലാക്ക് കളർ വരണം, അതായത് നല്ല മുരിഞ്ഞ് ബ്ലാക്ക് കളർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മുടെ കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബീഫ് പെരട്ട് എന്ന് പറയുമ്പോൾ നല്ല കളർ ചേഞ്ച് വരണം. നമ്മൾ ഇത് വഴറ്റി വരുന്ന സമയത്ത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളർ വേണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കറക്റ്റ് പാകവും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണ കൂടുതലായി പോയെന്ന് തോന്നുന്നവർക്ക് ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പിൽ മാത്രം വെളിച്ചെണ്ണ ആഡ് ചെയ്താലും മതി. നമുക്ക് ഈ പെരട്ടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവർ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. സോ അതാണ് നമ്മളൊരു 2-3 സ്ഥലത്ത് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്ക് ലാസ്റ്റ് ഈ പെരട്ട് ഈ ക്രിയേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ബാക്കി സ്റ്റെപ്പിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, അതേപോലെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത നല്ലൊരു സ്പെഷ്യൽ കറി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.